എംജിന്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നത് നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്കാണ് വന്നത്. വണ്ടിയുടെ ഉള്ളിൽ, അതായത് ഈ വണ്ടി നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ അമേരിക്കയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് അവിടെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മൊബൈലിൽ ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൊബൈലിൽ ഫുൾ നമുക്ക് ഏത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇത് മൊത്തത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നാണ് തന്നെ കൊടുക്കുന്നത്. നമ്മളൊരു നെറ്റ് കയ്യിലുണ്ടായാൽ മതി അല്ലേ? അതെ, ഒരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സ്മൂത്താണ്. ഒരു വമ്പ ഓട്ടോമാറ്റിക്കിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൺറൂഫ് ഉള്ള വണ്ടി ഉണ്ട്, സൺറൂഫ് ഇല്ലാത്ത വണ്ടി ഉണ്ട്. അതിന് വമ്പ കളക്ഷൻസ് ആണുള്ളത്. അതിന്റെ ഇടയിൽ ഒരു MG നമ്മളെ ഇലക്ട്രിക് വണ്ടി ഒറ്റ ചാർജ് 450 കിലോമീറ്റർ ആണ് റേഞ്ച് അവകാശപ്പെടുന്നത്. അത് കൂടാതെ തന്നെ ലോകത്തു നിന്നാണെങ്കിൽ ഈ ഒരു വണ്ടി കൺട്രോൾ ചെയ്യാം. അതാണ് ഇന്റർനെറ്റ് ഇൻസൈഡ്, ഔട്ട്സൈഡ് അല്ല ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഏകദേശം ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 30 ലക്ഷം രൂപയാണ് വരുന്നത്. ഏകദേശം 30,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി വാറന്റി ഇനിയും 6 വർഷം ബാക്കി നിൽക്കേ അല്ലേ? ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഒരു വമ്പ ഓഫറിലാണ് തരാൻ പോകുന്നത്. റാംബ്രോ എന്ന് വിളിക്കണോ അല്ല റാംജി എന്ന് വിളിക്കണോ, എന്ത് വിളിച്ചാലും വേണ്ടിയില്ലല്ലേ? ഏകദേശം ഷോറൂമിൽ 100-ൽ പരം കാറുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ഒരു 15 കാറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പ്രൈസ് കുറഞ്ഞ ഒരു കാർ എടുത്ത് വീട്ടിൽ പോയിട്ട് 2 ദിവസം കൊണ്ട് തന്നെ പണി കിട്ടിയാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതൊന്നും വേണ്ട, വിശ്വസിച്ച് കാർ നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്ത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ 2 വർഷത്തെ വാറന്റിയാണ് തരുന്നത്. മഹീന്ദ്രന്റെ ഷോറൂം തന്നെയാണ് വരുന്നത് അല്ലേ? മഹീന്ദ്രയുടെ സ്വന്തം ഓൺ ഷോറൂമാണ് വരുന്നത്. വിശ്വസിച്ച് നിങ്ങൾക്ക് വണ്ടി ഇവിടുന്ന് എടുക്കാം. ഇന്ത്യയിൽ ലോകമാണല്ല, ഇന്ത്യയിൽ എവിടെ പോയാലും എവിടെയും സർവീസ് സെന്റർ ഉണ്ട്. നമ്മൾ ഈ 2 ഇയർ വാറന്റിയിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് RSA ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിയറസ്റ്റ് സർവീസ് സെന്ററിലേക്ക് ടോയ് ചെയ്തു വരാം. അതായത് നമുക്കിപ്പോ ഒരു ടോയിങ് ചാർജ് തന്നെ 14,000 രൂപ കൊടുക്കണം. ടോയിങ് ചാർജ് വരെ ഫ്രീ ആണ്, ഒക്കെ ഫ്രീ ആയിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഞാനുള്ളത് ഓട്ടോമാറ്റിക്കിന്റെ ഒരു വമ്പൻ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എറണാകുളത്ത് ആലുവയിലാണ്. ആലുവയിൽ ദേശം അല്ലേ? ദേശത്താണുള്ളത്. മഹീന്ദ്രന്റെ ഷോറൂമിലുള്ളത്. റാംസാറിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങല്ലേ, പൂരം തുടങ്ങല്ലേ, വീഡിയോയിലേക്ക് പോകല്ലേ? അയ്യോ റാംബ്രോ, നമുക്ക് ഫസ്റ്റ് ആർട്സ് സെന്റർ റെഡിക്കോന്നാണ് തുടങ്ങാം. നമുക്ക് ഒരു 50,000 കൊണ്ട് ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയിൽ നിന്ന് തുടങ്ങാം. വണ്ടി തുടങ്ങാം. വെറും 50,000 ഉണ്ടെങ്കിൽ 2018 സിംഗിൾ ഓണർ ആകെ 18,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കാം. ഓട്ടോമാറ്റിക് റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റ് പക്ക വണ്ടി. ഇന്ത്യയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ടയറും 4 ടയറും പുതിയ ടയറും വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 360. ലാസ്റ്റ് നെഗോഷ്യബിൾ പ്രൈസ് ആണോ? നമുക്ക് നെഗോഷ്യബിൾ ആണ്, പ്രൈസ് ആണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണല്ലോ. നമുക്ക് ഇതിൽ ഓൾറെഡി 2 ഇയർ വാറന്റി വരുന്നുണ്ട്, ടഫ് ലോൺ കോട്ടിംഗ് വരുന്നുണ്ട്, 10,000 കോട്ടിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്, 1 ഇയർ റോഡ് വരുന്നുണ്ട്, പിന്നെ 2 ഇയർ വാറന്റിയും വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ വെറും ഒരു 50,000 വണ്ടി ഇവിടെ നിൽക്കാം. 2018 ഓട്ടോമാറ്റിക്. ഏകദേശം എത്ര കളക്ഷൻസ് വരുന്നുണ്ട്? നമുക്ക് ഓട്ടോമാറ്റിക് ഒരു 10-20 വണ്ടികളുണ്ട്. 10 വണ്ടി. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടികളാണ് കൂടുതൽ വിറ്റ് പോകുന്നതല്ലേ? നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തില്ലേ? അതിലിനി ആകെ 1-2 വണ്ടി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള. ഓക്കെ, ഞാൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കിഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലത്തെ ഒരു വണ്ടി കാണിച്ചിരുന്നു. ആ വണ്ടി അല്ല ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ്. 2019 വണ്ടി, 36,000 കിലോമീറ്റർ, RXT ഓപ്ഷണലാണ് വരുന്നത്. 2019 റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. എത്രാം ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോഡി നല്ല ഫിനിഷിംഗ് ഉണ്ട്. വർക്കും കാര്യങ്ങളൊന്നും എക്സ്ട്രാ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 425 ആണ്. ഇത് നമുക്ക് ഈ ഒരു 10-60,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 10-60,000 വണ്ടി 425 ആണ് വരുന്നത് അല്ലേ? ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു i20 വരുന്നുണ്ട്. i20 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. എത്ര കിലോമീറ്റർ? ആകെ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഡീസലാണ് വരുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് വരുന്നത് മാഗ്ന എക്സിക്യൂട്ടീവ് ആണ് വരുന്നത്. ഏതാ മോഡല്? ഇത് 2016 സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് പക്കയാണ്. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ പക്കാണ്. ഞാനിപ്പോ ഓടിച്ചു വന്ന വണ്ടിയാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 595 ഫൈനൽ ആണോ? അത് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ് അല്ലേ? നമുക്ക് ഇതിന് എഞ്ചിനും ഗിയർ ബോക്സും 1 ഇയർ വാറന്റി വരുന്നുണ്ട്. 1 ഇയർ റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഇല്ല, റോഡ് അസിസ്റ്റൻസ് വരില്ല. 1 ഇയർ വാറന്റിയിൽ നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സ് മാത്രമേ വരൂ. 2 ഇയർ വാറന്റിയിലാണ് റോഡ് അസിസ്റ്റൻസ്. 2016 ശേഷമുള്ള വണ്ടികളല്ലേ? 17 മുതൽ. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് i20 ആണ് വരുന്നത്. മാനുവൽ ഓട്ടോമാറ്റിക്? ഇത് മാനുവൽ ആണ്. പെട്രോൾ ആസ്റ്റ ഓപ്ഷൻ ആണ്. മാനുവൽ ആണ് വരുന്നത് അല്ലേ? മാനുവൽ ആണ് വരുന്നത്. ഇത് 2018 32,000 കിലോമീറ്റർ ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. പുതിയ ടയറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 32,000 ഓടിക്കഴിഞ്ഞ ശേഷം ഇട്ട ടയറാണ്. പുതിയ ടയറാണ്. അത്യാവശ്യം ഇനിയും നല്ലോണം ഓടാം. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 655.
5 5 655 വരുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു 60-70,000 വണ്ടി ഒരു ലക്ഷം നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 1 ലക്ഷം താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്ത ഒരു ക്യുഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം തന്നെ 2019 കസ്റ്റമർ ആകെ 10,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു. ആൾക്ക് നല്ല ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് അടക്കിയ കേസുകളും ഉണ്ട്. പക്ഷെ നല്ല ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും, വണ്ടി എടുക്കാൻ പറ്റും. ഈ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടിയാഗോ ആണ് വരുന്നത്. ടിയാഗോ ഏതാ മോഡൽ വരുന്നത്? ടിയാഗോ 2019 മോഡൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് XM സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. മാനുവൽ ആണ് വരുന്നത്. മാനുവൽ 49,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇസ്റ്ററൊക്കെ പക്ക ആയിരിക്കും. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് വരുന്നത് നമുക്ക് 450 നമ്മൾ 450 2019 450 ഒരു ആവറേജ് ടയർ വരുന്നുണ്ട്. ഒരു 50,000 വണ്ടി വരുന്ന സുഖമായിട്ട് ഇറക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന എംജിന്റെ ജഗജില്ലാടി വണ്ടി തന്നെയല്ലേ? ഇലക്ട്രിക് ആണ് വരുന്നത്. ZS അല്ല വരുന്നത്? ZS CV ആണ്. ഇത് പുതിയതിന് ഏകദേശം 30 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഏകദേശം 30 ലക്ഷം രൂപ. പക്ഷെ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ തീരാത്തത് ഇതാണ്, ഈ ഒരു ഇതാണ് ഇന്റർനെറ്റ് ഇൻസൈഡ് എന്താ ഔട്ട്സൈഡ് വെച്ചാല് അങ്ങനെയല്ല. ഈ വണ്ടിയുടെ ഉള്ളിൽ, അതായത് ഈ വണ്ടി നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ അമേരിക്കയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് അവിടെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മൊബൈലിൽ ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൊബൈലിൽ ഫുൾ നമുക്ക് ഏത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇത് മൊത്തത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇന്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിരുന്നത്. നമ്മളൊരു നെറ്റ് കയ്യിൽ ഉണ്ടായാൽ മതി അല്ലേ? അതെ, ഒരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഏതാ മോഡൽ വരുന്നത്? ഏകദേശം ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 30 ലക്ഷം രൂപയാണ് പുതിയ വണ്ടിക്ക്. നമുക്ക് ഒറ്റ ചാർജിൽ ഏകദേശം എത്ര മൈലേജ്? 450 കിലോമീറ്റർ ഒറ്റ ചാർജിൽ. അത് IDC റേഞ്ച് ആണോ അല്ലെ റിയൽ റേഞ്ച് ആണോ? റിയൽ റേഞ്ച് ആണ്. 400 പ്ലസ് എന്തായാലും കിട്ടും. 450 പ്ലസ് എന്തായാലും കിട്ടും. ഏതാ മോഡൽ വരുന്നത്? ഇത് 2021 30,000. അതായത് നമ്മളെ BYD-ന്റെ ഒക്കെ ഒരു ഇതാണ് വരുന്നത്. ഇതാണ് ശരിക്കും നല്ല പവറുള്ള വണ്ടി. BYD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്റ്റന്റ്, ഒരു പവർ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട്. BYD എന്ന് പറഞ്ഞാൽ ടെസ്ലക്ക് വരെ ബാറ്ററി കൊടുക്കുന്നത് BYD കമ്പനിയാണ്. ലോകത്തിലെ 2ാം സ്ഥാനത്താണ് കിടക്കുന്നത്. പക്ഷേ ഈ വണ്ടി നിങ്ങളൊന്ന് ഓടിച്ചു നോക്കണം. ഈ വണ്ടി ഓടിച്ചു നോക്കിയാലാണ് ഇതിന്റെ പവർ. അതിന്റെ പെർഫോമൻസ് അറിഞ്ഞിട്ടേ ഞാൻ അവിടെ നിന്ന് പോവുള്ളൂ. കറക്കാൻ തരുമോ? പിന്നെ അപ്പൊ MG ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്ന 2021 30,000 കിലോമീറ്റർ. വെറും 30,000 കിലോമീറ്റർ ഓടിച്ചോളൂ. റീപ്ലേസ്മെന്റ് എന്താണ്? ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ട്. കമ്പനി വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ്. വാറണ്ടി എത്ര വരെ? ഇനി ഏകദേശം ഒരു 6 കൊല്ലം വാറണ്ടി. ഇനി 6 കൊല്ലം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിന് ബാറ്ററിക്ക് എത്ര കിലോമീറ്റർ? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം. അതിൽ 30,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഇതിന്റെ ഇൻസൈഡ് ഒക്കെ കാണിച്ചെടുത്തോ? റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഇസ്റ്ററൊക്കെ പക്ക. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്? ഇത് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഇന്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയലാണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 20,50,000 രൂപ. 20,50,000. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. കാരണം വെച്ചാൽ ഈ വണ്ടി ഇപ്പൊ പറഞ്ഞില്ലേ, പുതിയ വണ്ടിക്ക് 30 ലക്ഷം രൂപയാണ്. നമ്മൾ ഇപ്പൊ കൊടുക്കണോ എന്ന് പറഞ്ഞാൽ 20,50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9.5 ലക്ഷം രൂപ വില കുറഞ്ഞു. പുതിയ വണ്ടി ഒരാൾ എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ പുതിയ വണ്ടിയുടെ എല്ലാ ഫീച്ചറും ഉണ്ട്. ഇപ്പൊ നെക്സോൺ എടുക്കുന്ന ഒരു കസ്റ്റമർ ആണെന്ന് വെച്ചാൽ അയാൾക്ക് ഈ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ പക്കയാണ്. കാരണം ഇനി അത്രയും പെർഫോമൻസ് ഉള്ള വണ്ടി കിട്ടും. ഓക്കെ ഓക്കെ, നമ്മൾ എന്തായാലും ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഹോണ്ട ജാസ് ആണ് വരുന്നത്. ജാസ് വരുന്നത് 2019 സെക്കൻഡ് ഓണർ 29,000 കിലോമീറ്റർ. വെറും 29,000 കിലോമീറ്റർ. 2019 ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് V എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്താണ്? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് വരുന്നത് 7,10. 7,10. എത്ര ലോൺ കയറും? ലോണ് നമുക്ക് നല്ല ട്രാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 രൂപ മുകളിൽ കയറും. 6 രൂപ മുകളിൽ കയറും. അതായത് ഒരു 1 ലക്ഷം ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇറക്കാം. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയാലോ? അടുത്ത സെക്ഷനിലോട്ട് പോകാം. WRV ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2018 VX ടോപ്പ് എൻഡ് വേരിയന്റ്, സൺറൂഫും കാര്യങ്ങളും എല്ലാം വരുന്ന 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി പക്കയാണ്. ഹിസ്റ്ററിയിൽ വേറെ ഇതൊന്നുമില്ല, കമ്പനി സർവീസ് ആണ്. നമ്മൾ എടുക്കുന്ന വണ്ടികളെല്ലാം ഹിസ്റ്ററി നോക്കിയിട്ട്. റീപ്ലേസ്മെന്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് ഇതിന് വരുന്ന അത്യാവശ്യം നല്ല ടയറാണ്. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 7,90. ഫൈനൽ ആണോ? ഫൈനൽ അല്ല, നെഗോഷ്യബിൾ ആണ്. പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും ഒരു 80-90 രൂപ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട്. അതുപോലെ തന്നെ ഉണ്ടായിന്റെ എക്സ്റ്റന്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്ന 2018 82,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇസ്റ്ററൊക്കെ പക്കയായിരിക്കും. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 5.5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്? നെഗോഷ്യബിൾ ആണ്. എത്ര ലോൺ വരും? നമുക്ക് ഇതിനൊരു 60-65 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി അത്യാവശ്യം ടയർ കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. എന്തായാലും ബോഡി കാര്യങ്ങളൊക്കെ നോക്കാൻ നീറ്റാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞത്. 80 ആണ് ഗിയർ ബോക്സ് വരുന്നത്, ഗിയർ ബോക്സ് ആണ്, അതായത് ബാക്കോട് വരാത്ത ടൈപ്പ് അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടെസ്റ്റർ ആണ് വരുന്നത്. ഡീസലോ പെട്രോളോ? പെട്രോള് 100 PS, മാനുവൽ അല്ലേ? മാനുവൽ. 2017 സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കയാണ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് വരുന്നത് 610. 610. എന്തായാലും ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. 2 വർഷത്തെ വാറന്റിയും കയറും അല്ലേ? 2 വർഷത്തെ വാറന്റി. എത്ര രൂപ ഉണ്ട് വണ്ടി ഇവിടെ നിർക്കാം? ഇത് നമുക്കൊരു 2017 വണ്ടിയല്ലേ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 70 രൂപ മാക്സിമം, 70 രൂപ മതിയാവും. നല്ല ട്രാക്ക് ഒക്കെ ആണെങ്കിൽ, അതായത് ഒരു 750 സ്കോർ, പിന്നെ വേറെ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല, ലോൺ എടുത്ത് വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 90% നമുക്ക് ലോൺ പാസ്സാവും. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫോർഡ് എക്കോസ്പോർട്ട് ആണ് വരുന്നത്. ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ ആണ് വരുന്നത്. കാരണം ഫോർഡ് കമ്പനി തിരിച്ച് നമ്മളെ ഇന്ത്യയിലേക്ക് വരാൻ പോവാണ്. ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ഒന്നും കൂടി കൂടും. കാരണം ഇന്ന് ഇന്ത്യയിലും ഈ ഫോർഡ് കമ്പനി ഇല്ലാത്തത് കൊണ്ടാണ് മിക്ക വണ്ടികൾക്കും റേറ്റ് ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്ന 2020 മോഡൽ. 2020 71,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 71,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് വരുന്ന ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സിനൊന്നും ഒന്നുമില്ല. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ടയർ ഒരു ആവറേജ് ടയർ ആണ് വരുന്നത്. ബാക്കിൽ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യമായിട്ട് ഒരു ഡോർ മാത്രമേ ഉള്ളൂ. പ്രൈസ് അങ്ങനെ വരുന്നത്? പ്രൈസ് 880 നമ്മൾ 880. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് കൊണ്ട് നടക്കാം. ഒരു ഡീസൽ എക്കോസ്പോർട്ട് ഇങ്ങനെ സുഖമായിട്ട് കൊണ്ട് നടക്കാം. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹോണ്ട WRV അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 സിംഗിൾ ഓണർ, 36,000 കിലോമീറ്റർ ഓടി. ഒരു 36,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് S ആണ്. പെട്രോൾ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. എല്ലാം വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് വീല് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഒക്കെ ക്ലീൻ വണ്ടി. നമ്മുടെ 2 ഇയർ വാറന്റി ഉണ്ട്. 2 ഇയർ വാറന്റി വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. ഒരു 80,000 വണ്ടി പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന ഹോണ്ടന്റെ ബ്രിയോ. ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കുന്നത് ഞാൻ കണ്ട ലേഡീസ് ആട്ടോ. ഇത് അത്യാവശ്യം ഉണ്ടല്ലോ, കസ്റ്റമർ അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട്, പല മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വരുന്ന 2016 സെക്കൻഡ് ഓണർ, 72,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും പക്കയാണ്. പ്രൈസ് വരുന്നത് 410. 410 വെച്ചാൽ വണ്ടിയുടെ മാനുവൽ വണ്ടിയാണ്. പക്ഷെ വെച്ചാൽ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്, അലോയ് വീല് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, 70 മാറ്റാണ്. ഏകദേശം 7,000 രൂപ വരുന്ന 70 മാറ്റാണ് വണ്ടി കിടക്കുന്നത്. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ ആവില്ല. എത്ര ലോൺ കയറും? നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ദേശം എന്ന് പറഞ്ഞ സ്ഥലം, ആലുവ ദേശം. നമ്മളെ എയർപോർട്ടിന്, അത്താണി എയർപോർട്ടിന് അടുത്തായിട്ടാണ്. മഹീന്ദ്രന്റെ ഷോറൂമാണ് വരുന്നത്. റാംബ്രോന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കുക. എന്തായാലും വാൻ വിളിച്ചോളി. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇവർ ഓട്ടോമാറ്റിക് വണ്ടികളാണ് ഫോക്കസ് ചെയ്യുന്നതല്ല. കാരണം ഓരോ മാസം വീഡിയോ വേണ്ടി വരുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കിന്റെ ഒരു വമ്പൻ കളക്ഷൻസ് തന്നെ ഉണ്ടാവും. അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചോളൂ.